ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന ടോപ്പിക്കാണ്. ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC തുടങ്ങിയ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള PYQs ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് മുമ്പ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ട്രാൻസിയൻറ്റ് കറണ്ട് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. അറിയാവുന്നതായിരിക്കാം, പക്ഷേ ഒന്ന് പറഞ്ഞിട്ട് ഒരു ഓർമ്മ പുതുക്കൽ പോലെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഒരു റെസിസ്റ്റർ എന്നാണ്. എന്താണ് റെസിസ്റ്റർ? എ റെസിസ്റ്റർ R ഈസ് എ കമ്പോണൻറ്റ് ദാറ്റ് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതായത് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒഴുക്കിനെ തടയുന്ന ഒരു കമ്പോണൻ്റാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ R വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ദിസ് ഒപ്പോസിഷൻ ഈസ് കോൾഡ് റെസിസ്റ്റൻസ് മെഷേർഡ് ഇൻ ഓംസ്. സിമ്പിൾ അറിയാമല്ലോ. അപ്പോൾ എന്താണ്? ഇലക്ട്രിക് ഫ്ലോയെ തടയുന്ന ഒന്നാണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു. ആ തടയാനുള്ള ആ റെസിസ്റ്ററിൻ്റെ കഴിവിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയാം. അതിനെ ഓംസ് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി റെസിസ്റ്റൻസിൻ്റെ ഒരു ഫോമുല നമുക്ക് നോക്കാം. V=IR എന്ന് പറയുന്നത് നമ്മുടെ ഓംസ് ലോയുടെ ഫേമസ് ഫോമുലയാണ്. അപ്പോൾ എന്താണ് ഈ റെസിസ്റ്റർ ചെയ്യുന്നത്? കൺവേർട്ട് സം ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ഹീറ്റ്. എന്താണ്? കുറച്ച് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്ത് കളയുന്നു? ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് കളയുന്നു. ഇതിന് എക്സാമ്പിളാണ് ബൾബ്, ഫിലമെൻറ്റ്, വയർ, കോയിൽസ്, അതൊക്കെ. അടുത്തതായി കപ്പാസിറ്റർ എന്താണെന്ന് നോക്കാം. എ കപ്പാസിറ്റർ C ഈസ് എ ഡിവൈസ് ദാറ്റ് സ്റ്റോർസ് ഇലക്ട്രിക് ചാർജ് ആൻഡ് എനർജി. ഇലക്ട്രിക് ചാർജും എനർജിയും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ C എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ കപ്പാസിറ്ററിൽ എന്തൊക്കെയാണ് ഉള്ളത്? 2 മെറ്റൽ പ്ലേറ്റ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. അല്ലെങ്കിൽ ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നത്. It does not allow steady current to pass through, but it can charge and discharge when connected in a circuit. ഒരു സർക്യൂട്ടിൽ നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ അതിന് ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനുമുള്ള കഴിവുണ്ട്. കപ്പാസിറ്റൻസ് C എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഈ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിൻ്റെ കഴിവാണ്. അതെങ്ങനെ ഡിഫൈൻ ചെയ്യും? എബിലിറ്റി ടു സ്റ്റോർ ചാർജ് പെർ യൂണിറ്റ് വോൾട്ടേജ് ആണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് C=Q/V എന്ന് പറയാം. Q എന്ന് പറഞ്ഞാൽ ചാർജ്, V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് ഫാരഡ് അഥവാ F എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എക്സാമ്പിളായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? യൂസ്ഡ് ഇൻ ക്യാമറ ഫ്ലാഷസ്, ഫാൻസ്, പവർ ബാക്കപ്പ് സർക്യൂട്ട്സ്, എക്സെട്ര. അടുത്തത് എന്താണ് ഇൻഡക്റ്റർ എന്ന് നോക്കാം. ഇൻഡക്റ്ററിനെ നമ്മൾ L വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താണ് ഒരു ഇൻഡക്റ്റർ? ആൻ ഇൻഡക്റ്റർ L ഈസ് എ കോയിൽ ഓഫ് വയർ ദാറ്റ് ഒപ്പോസസ് ചേഞ്ചസ് ഇൻ കറണ്ട് ത്രൂ ഇറ്റ്. എന്താണ്? കറണ്ടിൽ വരുന്ന ചേഞ്ചസിനെയൊക്കെ ഒപ്പോസ് ചെയ്യുന്ന ആളാണ് ഇൻഡക്റ്റർ എന്ന് പറയുന്നത്. ഇൻഡക്റ്റർ എന്താ ചെയ്യുന്നത്? ഇറ്റ് സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. എന്താണ്? കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് എനർജിയെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇൻഡക്റ്ററിൻ്റെ ഒരു കഴിവാണ് എന്ത്? ഇൻഡക്റ്റൻസ് എന്ന് പറയുക. എന്താണ് ഇൻഡക്റ്റൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെയാണെന്ന് നോക്കാം. മെഷർ ഓഫ് ദ ഒപ്പോസിഷൻ ടു ചേഞ്ച് ഇൻ കറണ്ട്. എന്താണ്? കറണ്ടിൻ്റെ ചേഞ്ചിൻ്റെ ആ ഒപ്പോസിഷൻ്റെ അളവാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. എത്രത്തോളം അത് ഒപ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻഡക്റ്റൻസ്. എന്താണ് അതിൻ്റെ ഫോമുല? VL=LdI/dt. യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറിയാണ്. H കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഇൻഡക്റ്റേഴ്സിൻ്റെ? ട്രാൻസ്ഫോമേഴ്സ്, മോട്ടേഴ്സ് ആൻഡ് റേഡിയോ ട്യൂണിങ് സർക്യൂട്ടിലൊക്കെ എന്താണ്? ഇൻഡക്ടറാണ്. നമ്മളിപ്പോൾ പഠിച്ച റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്റ്ററിൻ്റെ ഒരു ബോക്സാണിതെന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വ്യത്യാസമൊക്കെ ഈ ബോക്സ് നോക്കുമ്പോൾ മനസ്സിലാവും. നോക്കിക്കേ, റെസിസ്റ്ററിൻ്റെ സിമ്പൽ R ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുക എന്നാണ്. എനർജി എന്തിൻ്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്? ഹീറ്റിൻ്റെ രൂപത്തിലാണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ഇനി അടുത്തത് കപ്പാസിറ്റർ, സിമ്പൽ C. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കപ്പാസിറ്ററിൻ്റെ? സ്റ്റോർസ് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എനർജി സ്റ്റോർഡ് ആസ് ഇലക്ട്രിക് ഫീൽഡ്. കപ്പാസിറ്റർ എനർജി എന്തിൻ്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ രൂപത്തിലാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്. F കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും.
അടുത്തയാൾ ഇൻഡക്റ്റർ, സിമ്പൽ എന്ന് പറയുന്നത് L ആണ്. എന്താണ് അതിൻ്റെ ഫങ്ഷൻ? ഇൻഡക്റ്ററിൻ്റെ ഒപ്പോസസ് ചേഞ്ച് ഇൻ കറണ്ട്. കറണ്ടിൽ വരുന്ന ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ള ജോലിയാണ് ഇൻഡക്റ്ററിനുള്ളത്. അത് എനർജി ഏത് രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിലാണ്. ഇൻഡക്റ്ററിൻ്റെ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറിയാണ്. H കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്താണ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് നോക്കാം. വെൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റേഴ്സ് R, capacitors C or inductors L is switched on or off, the current does not change instantly. The temporary current that flows before reaching a steady value is called transient current. എന്താണ്? നമ്മൾ ഒരു സർക്യൂട്ട് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യുമ്പോൾ അതിലുള്ള കറണ്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് ചേഞ്ച് ആവുകയല്ല ചെയ്യുന്നത്. പെട്ടെന്നല്ല അതിന് ചേഞ്ച് ഉണ്ടാവുന്നത്. ഒരു സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതിൽ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡക്റ്റേഴ്സൊക്കെ ഉള്ള സർക്യൂട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് ഓൺ ആക്കുകയോ അല്ലെങ്കിൽ ഓഫ് ആക്കുകയോ രണ്ട് സിറ്റുവേഷനിലും എന്താണ് കറണ്ടിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് അല്ല. അതിന് പകരം എന്താ അവിടെ സംഭവിക്കുന്നത്? The temporary current that flows before reaching a steady value is called transient current. അതായത് ടെമ്പററി ആയിട്ട് അതിലൊരു കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്. ഒരു സ്റ്റഡി വാല്യൂ എത്തുന്നത് വരെ ടെമ്പററി ആയിട്ട് ഒരു ഷോർട്ട് ടൈമിൽ ഒരു കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്. ആ കറണ്ടിനാണ് നമ്മൾ ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എത്തുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ടൈമിലുള്ള ഒരു കറണ്ട് ഫ്ലോയാണ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ലാസ്റ്റ് ഓൺലി ഫോർ എ ഷോർട്ട് ടൈം. എന്താണ്? ചെറിയൊരു നേരത്തേക്ക് മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ. എ ഫ്യൂ സെക്കൻഡ്സ് ഓർ മില്ലി സെക്കൻഡ്സ്, കുറച്ച് സെക്കൻഡുകൾ അല്ലെങ്കിൽ മില്ലി സെക്കൻഡുകൾ. ഇനി എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് നോക്കാം. നമ്മളിവിടെ പറഞ്ഞില്ലേ, ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നത് വരെ അല്ലെങ്കിൽ ഒരു സ്റ്റഡി വാല്യൂ എത്തുന്നത് വരെയാണ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന്. ഇനി എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് നോക്കാം. ആഫ്റ്റർ ദ ട്രാൻസിയൻറ്റ് പീരീഡ് ദ കറണ്ട് ഓർ വോൾട്ടേജ് ബിക്കംസ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് അൺചേഞ്ചിങ് വിത്ത് ടൈം. എന്താണ്? ഈ ട്രാൻസിയൻറ്റ് പീരീഡ് കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആവും. അതായത് സമയം കൂടുന്നതനുസരിച്ച് അതിന് ചേഞ്ച് വരുന്നില്ല, കോൺസ്റ്റൻ്റ് ആയി തന്നെ നിൽക്കുന്നു. ദിസ് ഫൈനൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ഈസ് കോൾഡ് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. ഈ ഫൈനലായിട്ടുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂവിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിയൻറ്റ് സർക്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് RC സർക്യൂട്ടാണ്. RC സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? R എന്ന് വെച്ചാൽ റെസിസ്റ്റർ, C എന്ന് വെച്ചാൽ കപ്പാസിറ്റർ. അപ്പോൾ റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ടാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയുണ്ട്? അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ബാറ്ററി. എന്തൊക്കെയുണ്ട്? 3 കമ്പോണൻസ് ആണ് RC സർക്യൂട്ടിലുള്ളത്. റെസിസ്റ്ററും കപ്പാസിറ്ററും ബാറ്ററിയും. എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? ടു സ്റ്റഡി ഹൗ എ കപ്പാസിറ്റർ ചാർജസ് ആൻഡ് ഡിസ്ചാർജസ് ത്രൂ എ റെസിസ്റ്റർ. അതായത് ഒരു റെസിസ്റ്ററിലൂടെ ഒരു കപ്പാസിറ്റർ എങ്ങനെ ചാർജ് ആവുന്നു, എങ്ങനെ ഡിസ്ചാർജ് ആവുന്നു എന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബിഹേവിയർ ഒന്ന് നോക്കാം. വെൻ സ്വിച്ച് ഈസ് ഓൺ, എന്താണ്? സ്വിച്ച് ഓണായിട്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കപ്പാസിറ്റർ ചാർജസ് ഗ്രാജുവലി, അല്ലേ? കപ്പാസിറ്റർ എന്ത് ചെയ്യും? പതുക്കെ ചാർജ് ആവും. വെൻ സ്വിച്ച് ഈസ് ഓഫ്, സ്വിച്ച് ഓഫ് ചെയ്താൽ എന്ത് പറ്റും? കപ്പാസിറ്റർ ഡിസ്ചാർജസ് ഗ്രാജുവലി. എന്താണ്? കപ്പാസിറ്റർ പതുക്കെ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ ചാർജ് ലൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മളൊരു വേർഡ് ശ്രദ്ധിച്ചു, ഗ്രാജുവലി. എന്താണ്? പതിയെയാണ് രണ്ടും നടക്കുന്നത്. ചാർജ് ചെയ്യുന്നതും പതിയെയാണ്, ചാർജ് ലൂസ് ചെയ്യുന്നത് അഥവാ ഡിസ്ചാർജ് ചെയ്യുന്നതും പതിയെയാണ്. ഇത് നോക്കിക്കേ, ദ കറണ്ട് ചേഞ്ചസ് എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം. അതായത് സമയത്തിനനുസരിച്ച് കറണ്ട് എക്സ്പൊണൻഷ്യലായിട്ട് മാറുന്നു എന്നാണ് അതിനർത്ഥം. അടുത്തത് ടൈം കോൺസ്റ്റൻറ്റ് ടോ ആണ് നമുക്ക് നോക്കേണ്ടത്. ടൈം കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റർ എത്ര പെട്ടെന്ന് ചാർജ് ആവുന്നു, എത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആവുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ടൈം കോൺസ്റ്റൻറ്റ്. ഇവിടുത്തെ ടൈം കോൺസ്റ്റൻറ്റ് ടോ എന്ന് പറയുന്നത് RC ആണ്. RC എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഇൻ ഓംസ് മൾട്ടിപ്ലൈഡ് ബൈ കപ്പാസിറ്റൻസ് ഇൻ ഫാരഡ് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? RC എന്ന് പറയുന്നത്. R × C എന്നാണ് അർത്ഥം.
അതിന് നമുക്ക് സിമ്പിളായിട്ട് പറയാം ടൈം ടു റീച്ച് 63% ഓഫ് ദ ഫൈനൽ വാല്യൂ. അതായത് ഫൈനൽ വാല്യൂവിൻ്റെ 63% നമ്മുടെ ചാർജിന് എത്താൻ എടുക്കുന്ന സമയമാണ് ആ ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് RL സർക്യൂട്ടാണ്. അതായത് റെസിസ്റ്റർ ഇൻഡക്റ്റർ സർക്യൂട്ട്. കമ്പോണൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റർ, ഇൻഡക്റ്റർ ആൻഡ് ബാറ്ററി. അതിൻ്റെ പർപ്പസ് എന്താണ്? ടു സ്റ്റഡി ഹൗ ആൻ ഇൻഡക്റ്റർ റെസിസ്റ്റ് ചേഞ്ച് ഇൻ കറണ്ട്. അതായത് ഒരു ഇൻഡക്റ്റർ എങ്ങനെയാണ് കറണ്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ബിഹേവിയർ നോക്കിക്കേ. When switch is on, current increases gradually, not instantly. എന്താണ്? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? കറണ്ട് പതിയെ കൂടി വരും. When switch is off, current decreases gradually. അതുപോലെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കറണ്ട് പതിയെ കുറയും. The inductor produces an induced EMF opposing the change. എന്താ ഇൻഡക്ടർ ചെയ്യുന്നത്? അതായത് ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. ഈ കറണ്ടിൽ വരുന്ന ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ലെൻസസ് ലോ പറയുന്നത്. ഇനി എന്താണ് ഈ RL സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്? ടൈം കോൺസ്റ്റൻറ്റ് ടോ ഈസ് ഈക്വൽ ടു L/R. L എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ്, R എന്ന് പറഞ്ഞാൽ അവിടുത്തെ റെസിസ്റ്റൻസ്. L/R ആണ് ഇവിടുത്തെ ടൈം കോൺസ്റ്റൻറ്റ് ടോ എന്ന് പറയുന്നത്. അടുത്തത് RLC സർക്യൂട്ടാണ്. അതായത് റെസിസ്റ്ററും ഇൻഡക്റ്ററും കപ്പാസിറ്ററും മൂന്നും കൂടെ ഒരുമിച്ച് വരുന്നത്. അതെന്തിനാ പർപ്പസ്? ടു സ്റ്റഡി ഓസിലേഷൻസ് ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC ബിഹേവിയർ. അതായത് ഓസിലേഷൻസിനെ കുറിച്ചും AC കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RLC സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് RC സർക്യൂട്ട് അല്ലെങ്കിൽ റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ടിൽ ചാർജിങ് ഓഫ് കപ്പാസിറ്ററും ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്ററും, അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും ഉള്ള ചാർജ്, കറണ്ട്, അതുപോലെ ടൈം, അതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ നോക്കാം. When a capacitor is charged through a resistor R from a battery of voltage V. അതായത് നമ്മുടെ കപ്പാസിറ്റർ ഇപ്പോൾ റെസിസ്റ്ററിലൂടെ ചാർജ് ചെയ്യുകയാണ്. എന്താണ്? ഒരു ബാറ്ററി വെച്ചിട്ട്, വോൾട്ടേജ് V ഉള്ള ബാറ്ററി. അപ്പോൾ എന്താ നോക്കിക്കേ, ചാർജ് ഓൺ കപ്പാസിറ്റർ അറ്റ് എനി ടൈം T എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫോർമുല എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q 1 മൈനസ് e⁻t/RC ആണ് അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്. ചാർജ് ഓൺ കപ്പാസിറ്റർ അറ്റ് എനി ടൈം ടിയിലുള്ള ചാർജാണ് ഈ പറയുന്നത്. അതിൽ Q എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോക്കുന്ന ചാർജ്. ആ ക്യാപിറ്റൽ Q എന്താണ്? ക്യാപിറ്റൽ Q എന്ന് പറഞ്ഞാൽ ആ കപ്പാസിറ്ററിന് ഉൾക്കൊള്ളാവുന്ന മാക്സിമം ചാർജാണ് ക്യാപിറ്റൽ Q എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഫുൾ വാല്യൂ, മാക്സിമം വാല്യൂ. നോക്കിക്കേ, വേർ Q ഈസ് ഈക്വൽ ടു CV, മാക്സിമം ചാർജ്. ഇനി കറണ്ട് ഇൻ സർക്യൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. കറണ്ട് ഇൻ സർക്യൂട്ട് I ഈസ് ഈക്വൽ ടു V/R ഇൻറ്റു e⁻t/RC. അവിടെ എന്താണ്? അതാണ് കറണ്ട്, ആ സമയത്തുള്ള കറണ്ടിൻ്റെ വാല്യൂ അതാണ്. ഇനി അറ്റ് T ഈസ് ഈക്വൽ ടു 0, അതായത് ഈ ടൈം T ഈസ് ഈക്വൽ ടു 0, അതായത് ടൈം 0 ആയിരിക്കുമ്പോൾ കപ്പാസിറ്റർ എങ്ങനെയായിരിക്കും? കപ്പാസിറ്റർ അൺചാർജ്, ദാറ്റ് ഈസ് കറണ്ട് ഈസ് മാക്സിമം. I0 എന്ന് പറയുന്നത് V/R ആണ്, മാക്സിമം കറണ്ട് ആയിരിക്കും. അതായത് എന്താണ്? ടൈം 0, അതായത് നമ്മൾ ചാർജ് ചെയ്യാൻ തുടങ്ങിയില്ല, അപ്പോൾ എന്താണ്? കപ്പാസിറ്ററിൽ ചാർജ് ഇല്ല. കറണ്ട് ആ സമയത്ത് എത്ര ആയിരിക്കും? മാക്സിമം ആയിരിക്കും. ഇനി അറ്റ് T ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, അതായത് ടൈം എന്ന് പറയുന്നത് ഒരുപാട് ടൈം കഴിഞ്ഞു, അതായത് മാക്സിമം ടൈം ഒരുപാടായി. അപ്പോൾ എന്താണ്? കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ്. എന്താണ്? കപ്പാസിറ്റർ ഫുൾ ചാർജായി കഴിഞ്ഞു. ഈ സമയത്ത് കറണ്ട് എന്ത് പറ്റും? 0 ആയിട്ട് മാറും. കറണ്ട് 0 ആയിട്ട് മാറും. അതായത് ചാർജ് ചെയ്യുമ്പോൾ കറണ്ട് എന്താവും? 0 ആയിട്ട് മാറും. അവിടെ ചാർജ് ഫുള്ളായി, കറണ്ട് 0 ആയി. ഇനി ഇവിടുത്തെ ടൈം കോൺസ്റ്റൻറ്റ് ടോ എന്ന് പറയുന്നത് RC ആണ്. നമ്മൾ നേരത്തെയും പറഞ്ഞു, എന്താണ്? റെസിസ്റ്റൻസ് ഇൻറ്റു കപ്പാസിറ്റൻസ്. ഇനി അടുത്തത് ടൈം ടേക്കൺ ഫോർ ചാർജ് ടു റീച്ച് 63% ഓഫ് ഫൈനൽ വാല്യൂ. അതാണ് ഈ ടോ എന്ന് പറയുന്നത്. എന്താണ്? ടൈം ടേക്കൺ ഫോർ ചാർജ് ടു റീച്ച് 63% ഓഫ് ഫൈനൽ വാല്യൂ. അപ്പോൾ നിങ്ങളിവിടെ ചിന്തിക്കുക, എന്താ ഈ 63% വന്നത്? അതൊക്കെ മാത്സിൻ്റെ കാര്യമാണ് കേട്ടോ. ഈക്ക് നമുക്ക് മാത്സിലൊരു വാല്യൂ ഒക്കെ ഉണ്ടല്ലോ, അതൊട്ടൊക്കെ ചെയ്ത് വരുമ്പോൾ ഈ 63 എന്നുള്ള നമ്പറാണ് വരുന്നത്.
ഇനി അടുത്തത് ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ആണ്. അതായത് നമ്മുടെ ചാർജായിട്ടിരിക്കുന്ന കപ്പാസിറ്ററിനെ ഡിസ്ചാർജ് ചെയ്യിക്കുന്നു, അതായത് ചാർജ് ലൂസ് ചെയ്യിക്കുന്നു. അപ്പോൾ എന്താണ് ചാർജ് ലൂസ് ചെയ്യിക്കുമ്പോൾ അവിടെ ആരില്ല, ബാറ്ററി ഇല്ല, പകരം ആരൊക്കെ മാത്രമേ ഉള്ളൂ, കപ്പാസിറ്ററും റെസിസ്റ്ററും. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്ചാർജിങ്ങിൻ്റെ ടൈമിൽ എന്താ, ചാർജ് ഓൺ കപ്പാസിറ്റർ Q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q e റൈസ് ടു മൈനസ് ടി ബൈ ആർ സി. കറണ്ട് എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു മൈനസ് Q ബൈ ആർ സി ഇ റൈസ് ടു ടി ബൈ ആർ സി. ഇവിടെ നെഗറ്റീവ് സൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെന്നാണ്. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 മാക്സിമം ഡിസ്ചാർജ് അല്ലേ, ടി 0 ആയിരിക്കുമ്പോൾ എന്താണ്, മാക്സിമം ഡിസ്ചാർജാണ്. കറണ്ട് I0 എന്ന് പറയുന്നത് എന്തായിരിക്കും, Q ബൈ ആർ സി. ഇനി ടി ഇൻഫിനിറ്റി ആയിരിക്കുമ്പോൾ എന്താണ്, കപ്പാസിറ്റർ കംപ്ലീറ്റ്ലി ഡിസ്ചാർജ്ഡ്, അപ്പോഴും കറണ്ട് എന്തായി, 0 ആയിട്ട് മാറി. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് RL സർക്യൂട്ടാണ്, അതായത് റെസിസ്റ്റർ ഇൻഡക്റ്റർ സർക്യൂട്ട്. നമുക്കറിയാം ഇൻഡക്റ്റർ എന്താണ് ചെയ്യുന്നത്, സഡൻ ആയിട്ടുള്ള കറണ്ടിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന ജോലിയാണ് ഇൻഡക്റ്ററിനുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് സിറ്റുവേഷനാണുള്ളത്, ഗ്രോത്ത് ഓഫ് കറണ്ട് ഇൻ ഇൻഡക്റ്ററും ഡീകേ ഓഫ് കറണ്ട് ഇൻ ഇൻഡക്റ്ററും. അപ്പോൾ നമുക്ക് ആദ്യമേ ഗ്രോത്ത് ഓഫ് കറണ്ട് ഇൻ ഇൻഡക്റ്റർ നോക്കാം. വെൻ ആൻ ഇൻഡക്റ്റർ ആൻഡ് റെസിസ്റ്റർ ആർ കണക്റ്റഡ് ടു എ ബാറ്ററി, അതായത് ഒരു ഇൻഡക്ടറും ഒരു റെസിസ്റ്ററും നമ്മളൊരു ബാറ്ററിയിൽ കണക്ട് ചെയ്താൽ എന്ത് പറ്റും, കറണ്ട് അറ്റ് ടൈം ടി, ടൈം ടിയിലുള്ള കറണ്ട് എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു I0 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ആർ ടി ബൈ എൽ ആണ്. വേർ I0 ഈസ് ഈക്വൽ ടു വി ബൈ ആർ, ദാറ്റ് ഈസ് ഫൈനൽ സ്റ്റഡി കറണ്ട്. എന്താ, അതായത് I0, അതായത് ക്യാപിറ്റൽ I നോട്ട് എന്ന് പറയുന്നത് എന്താണ്, വി ബൈ ആർ, ഫൈനൽ സ്റ്റഡി കറണ്ട്, മാക്സിമം കറണ്ട് വാല്യൂ ആണ് ആ ക്യാപിറ്റൽ I0 കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്, നമ്മൾ ഫസ്റ്റിൽ എന്താ, ഇൻഡക്റ്റർ നമ്മളൊരു ഇൻഡക്ടറും റെസിസ്റ്ററും കൂടെ ആ ബാറ്ററിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡക്റ്റർ ഇല്ലെങ്കിൽ എന്താണ്, പെട്ടെന്ന് കറണ്ട് കയറി അങ്ങ് കൂടും. പക്ഷേ ഇവിടെ ഇൻഡക്റ്റർ എന്ത് ചെയ്യും, പെട്ടെന്ന് കറണ്ടിനെ സഡൻ ചേഞ്ച് ഒപ്പോസ് ചെയ്യും. അതുകൊണ്ട് ആദ്യമേ എന്താണ്, സ്ലോ ആയിട്ടായിരിക്കും കറണ്ട് കൂടുക അല്ലേ. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 I ഈസ് ഈക്വൽ ടു 0, നോ ഇൻസ്റ്റൻറ്റ് കറണ്ട് ബിക്കോസ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. കണ്ടില്ലേ, ടി ഈസ് ഈക്വൽ ടു 0 I ഈസ് ഈക്വൽ ടു 0, നോ ഇൻസ്റ്റൻറ്റ് കറണ്ട് ബിക്കോസ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. ആരെ ഒപ്പോസ് ചെയ്യും, ഇൻഡക്ടർ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അറ്റ് ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി I ഈസ് ഈക്വൽ ടു I0 സ്റ്റഡി കറണ്ട്. എന്താണ്, ഒരുപാട് ടൈം കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും, I ഈസ് ഈക്വൽ ടു I0, കറണ്ട് എന്താവും, മാക്സിമം ആയിട്ട് മാറും. കാരണം എന്താ, ഒപ്പോസിഷൻ കുറയും, ഇൻഡക്ടറിൻ്റെ ഒപ്പോസിഷൻ ടൈം കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോഴത്തേക്കും I ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ I നോട്ട് ആവും, സ്റ്റഡി കറണ്ടായിട്ട് മാറും. ഇവിടെ ടൈം കോൺസ്റ്റൻറ്റ് ടോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, L ബൈ ആർ. L എന്താണ്, ഇൻഡക്റ്റൻസ് ബൈ റെസിസ്റ്റൻസ്. ഇനി ടൈം ടേക്കൺ ഫോർ കറണ്ട് ടു റീച്ച് 63% ഓഫ് ഇറ്റ്സ് മാക്സിമം വാല്യൂ ആണ്
ഒരു ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇവിടെ. അടുത്തത് റെസിസ്റ്റർ ഇൻഡക്ടർ സർക്യൂട്ടിലെ ഡി കെ ഓഫ് കറണ്ടാണ് നമ്മൾ നോക്കുന്നത്. ഡി കെ ഓഫ് കറണ്ട് ഇൻ ഇൻഡക്ടർ വെൻ ബാറ്ററി ഈസ് റിമൂവ്ഡ്. എന്താണ്? ബാറ്ററി അങ്ങ് മാറ്റുമ്പോൾ എന്ത് പറ്റും? I = I0 e റൈസ് ടു -RT/L എന്ന രീതിയിൽ കറണ്ട് ആവും. കറണ്ട് ഫോൾസ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം. അതായത് എന്താണ്? കറണ്ട് സമയം പോകുന്നതനുസരിച്ച് കറണ്ട് ഫോൾ ചെയ്യും, അതായത് കുറഞ്ഞു വരും. ഇനി എനർജി സ്റ്റോർഡിനുള്ള ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇൻ എ കപ്പാസിറ്റർ U = ½ CV². എന്താണ്? കപ്പാസിറ്ററിൻ്റെ കേസിൽ സ്റ്റോർഡ് എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് U = ½ CV² ആണ്. അതേ സ്ഥാനത്ത് ഇൻഡക്ടറിലെ ആണെങ്കിൽ എങ്ങനെയാണ്? U = ½ LI². L എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡക്റ്റൻസ്, I എന്ന് പറഞ്ഞാൽ കറണ്ട്. അതേപോലെ കപ്പാസിറ്ററിലത് U = ½ CV². C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്, V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ. അടുത്തത് നമ്മൾ എക്സാമിന് വേണ്ടി അത്യാവശ്യം ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഇൻ RC സർക്യൂട്ട്സ് കറണ്ട് സ്റ്റാർട്ട്സ് മാക്സിമം ആൻഡ് ഡിക്രീസസ് ടു 0. RC സർക്യൂട്ട് എന്ന് വെച്ചാൽ അറിയാമല്ലോ, റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ടിൽ. അതിലെങ്ങനെയായിരിക്കും? കറണ്ട് ആദ്യമേ മാക്സിമം ആയിരിക്കും, പിന്നീട് 0 ആയിട്ട് മാറും. അതെങ്ങനെയാണ്? ആദ്യമേ കപ്പാസിറ്റർ എന്തില്ല? ചാർജ് ഇല്ല. ഗ്രാജുവലി അത് ചാർജ് ആകുമ്പോൾ എന്ത് പറ്റും? സപ്ലൈ വോൾട്ടേജിന് ഒപ്പോസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് കറണ്ട് കുറഞ്ഞു വരും. അതേപോലെ അത് മാക്സിമം ചാർജ് അല്ലെങ്കിൽ ഫുള്ളി ചാർജ്ഡ് ആകുമ്പോഴത്തേക്കും കറണ്ട് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ഇനി അടുത്ത പോയിന്റ്, ഇൻ RL സർക്യൂട്ട്സ് കറണ്ട് സ്റ്റാർട്ട് 0 ആൻഡ് ദെൻ ഇൻക്രീസസ് ടു മാക്സിമം. RL സർക്യൂട്ട് എന്ന് വെച്ചാൽ അറിയാലോ, റെസിസ്റ്റർ ഇൻഡക്ടർ സർക്യൂട്ടാണ്. അതിൽ തുടക്കത്തിൽ എങ്ങനെയായിരിക്കും? കറണ്ട് 0 ആയിരിക്കും. കാരണം എന്താ? ഇൻഡക്ടർ എന്ത് ചെയ്യും? കറണ്ടിനെ ഒപ്പോസ് ചെയ്യും അല്ലേ? സഡൻ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ജോലിയാണ് ഇൻഡക്ടറിന്. അപ്പോൾ അത് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ഡ്യൂ ടു എന്താണ്? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF കാരണമാണ് അതെന്ത് തടയുന്നത്? കറണ്ടിൻ്റെ സഡൻ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ തുടക്കത്തിൽ എന്തായിരിക്കും? കറണ്ട് 0 ആയിരിക്കും. ഗ്രാജുവലി എന്ത് പറ്റും? മാഗ്നറ്റിക് ഫീൽഡ് ബിൽഡപ്പ് ചെയ്ത് എന്ത് മാക്സിമമായിട്ട് മാറുന്നു? കറണ്ട് മാക്സിമമായിട്ട് മാറുന്നു. കാരണം എന്താണ്? ഒപ്പോസിഷൻ കുറഞ്ഞു വരും, കറണ്ട് മാക്സിമമായിട്ട് മാറും. ഇനി അടുത്ത പോയിന്റ്, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഓർ ഇൻഡക്ടർ ഈസ് നെവർ ലോസ്റ്റ് ഇൻസ്റ്റൻ്റ്ലി, ഇറ്റ് ഡീക്കേസ് എക്സ്പോണൻഷ്യലി. അതായത് എന്താണ്? കപ്പാസിറ്ററിലും ഇൻഡക്ടറിലും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഒറ്റയടിക്കല്ല നഷ്ടപ്പെടുന്നത്, അത് എക്സ്പോണൻഷ്യലായിട്ടാണ് കുറയുന്നത്. അതെന്ന് വെച്ചാൽ എന്താണ്? കപ്പാസിറ്ററിൽ എന്തിൻ്റെ രൂപത്തിലാണ് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ രൂപത്തിൽ. ഇൻഡക്ടറിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിൽ. അപ്പോൾ ഇവ രണ്ടും എന്താണ്? ഇൻസ്റ്റൻ്റ് ആയിട്ടല്ല പോകുന്നത്, എക്സ്പോണൻഷ്യലായിട്ടാണ് ഡീക്കേ ആവുന്നത്. ഇനി അടുത്തത്, ട്രാൻസിയൻറ്റ് കറണ്ട്സ് ആർ എക്സ്പോണൻഷ്യൽ നോട്ട് ലീനിയർ. ട്രാൻസിയൻറ്റ് കറണ്ട് എന്തെന്നറിയാമല്ലോ, ടെമ്പററി ആയിട്ട് ഉള്ളൊരു കറണ്ടാണ് അല്ലേ? ഷോർട്ട് ടൈമിൽ, അതായത് സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നതിന് മുമ്പുള്ള ഒരു പീരീഡിൽ അനുഭവപ്പെടുന്ന ഒരു കറണ്ടാണ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അവ എന്താണ്? എക്സ്പോണൻഷ്യലാണ്, നോട്ട് ലീനിയർ. അതായത് അതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലല്ല, പകരം ഒരു കർവ് ആയിട്ടാണ് ട്രാൻസിയൻറ്റ് കറണ്ട് കാണപ്പെടുന്നത്. കാരണം എന്താണ്? നമ്മൾ ആ ഇക്വേഷൻസിലൊക്കെ കണ്ടിട്ടില്ലേ, E⁻⁻, അതെന്തിനെ സൂചിപ്പിക്കുന്നത്? എക്സ്പോണൻഷ്യൽ ഇക്വേഷനാണ് അല്ലേ? അപ്പോൾ എക്സ്പോണൻഷ്യലായിട്ടാണ് ഇവ കാണുന്നത്. അടുത്തത്, ആഫ്റ്റർ 5 അതായത് 5 ടൈം കോൺസ്റ്റൻറ്റ് ദ സിസ്റ്റം ഈസ് 99% സ്റ്റഡി. അതായത് 5 ടൈം കോൺസ്റ്റൻ്റ് ആകുമ്പോഴത്തേക്കുമാണ് സിസ്റ്റം 99% സ്റ്റഡി ആയെന്ന് നമുക്ക് പറയാൻ പറ്റുക. നമ്മൾ പറഞ്ഞു 1 ടൈം കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ 1 τ ആകുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? 63% ആണ്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിലുള്ള PYQs നോക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇതേ കണക്ക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തരുന്നതാണോ ആവശ്യം, അതോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം തന്നാൽ മതിയോ? അതൊന്നും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈം കോൺസ്റ്റൻറ്റ് ഫോർ ആൻ RC സർക്യൂട്ട് ഈസ് ഗിവൻ ബൈ ഡാഷ്. അതായത് ഒരു RC സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് τ കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. RC എന്ന് പറഞ്ഞാൽ അറിയാലോ, റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ട്. നമുക്കറിയാം എന്താണ്?
ടോ ഈസ് ഈക്വൽ ടു ആർ സി തന്നെയാണ്. ആർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസും സി എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസും. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഫോർ ആൻ ആർ സി സർക്യൂട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ടൈം ടോ ഈസ് ഈക്വൽ ടു ആർ സി. ഇറ്റ് സെറ്റ്സ് ദ എക്സ്പോണൻഷ്യൽ ചാർജിങ് ഓർ ഡിസ്ചാർജിങ് റേറ്റ്. അടുത്ത ചോദ്യം, ദ ടൈം കോൺസ്റ്റൻറ്റ് ഫോർ ആൻ ആർ എൽ സർക്യൂട്ട് ഈസ് ഡാഷ്. അതായത് എന്താണ്? റെസിസ്റ്റർ ഇൻഡക്റ്റർ സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടോ ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ ആണ് അല്ലേ? നമുക്കറിയാം ആൻസർ എന്ന് പറയുന്നത് എൽ ബൈ ആർ ആണ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഫോർ ആർ എൽ സർക്യൂട്ട് ടോ ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ വെയർ എൽ ഈസ് ദ ഇൻഡക്റ്റൻസ് ആൻഡ് ആർ ഈസ് ദ റെസിസ്റ്റൻസ് അല്ലേ? എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസും ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസും. അടുത്ത ചോദ്യം, ഇൻ ആൻ ആർ സി ചാർജിങ് സർക്യൂട്ട് സപ്ലൈഡ് ബൈ ഡി സി ബാറ്ററി വി ദ കറണ്ട് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ഈസ് ഡാഷ്. അതായത് എന്താണ് ഇവിടെ ചോദിച്ചേക്കുന്നത്? മറ്റൊന്നുമല്ല, ആർ സി സർക്യൂട്ടാണ്. അതായത് റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ട്. ബാറ്ററി കണക്റ്റഡ് ആണ്. അപ്പോൾ എന്താണ്? ചാർജ് ആവുകയാണ് അല്ലേ? അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ടൈം 0 ആയിരിക്കുമ്പോൾ അവിടുത്തെ കറണ്ട് എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം എന്താണ്? ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യൽ പോയിൻ്റ് ആണ്. അപ്പോൾ എന്താണ്? കപ്പാസിറ്റർ ചാർജ് ആയില്ല. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് അവിടെ മാക്സിമം ആയിരിക്കും അല്ലേ? അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വി ബൈ ആർ മാക്സിമം ആയിരിക്കും. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 കപ്പാസിറ്റർ അൺചാർജ്ഡ് ആക്ട്സ് ലൈക്ക് ഷോർട്ട്. ഇനിഷ്യൽ കറണ്ട് I0 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വി ബൈ ആർ. അതായത് മാക്സിമം വാല്യൂ ആയിരിക്കും. പിന്നീട് ചാർജ് ആവും തോറും എന്ത് പറ്റും? ഇറ്റ് ഡീക്കേസ് എക്സ്പോണൻഷ്യലി. അതെന്ത് ചെയ്യും? കുറഞ്ഞു വരും അല്ലേ? ചാർജ് ആവുന്നതനുസരിച്ച് കറണ്ട് കുറഞ്ഞു വരും. പക്ഷേ ടി ഈസ് ഈക്വൽ ടു 0 എന്താണ്? കറണ്ട് മാക്സിമം ആണ് വി ബൈ ആർ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇൻ ആൻ ആർ സി ഡിസ്ചാർജിങ് സർക്യൂട്ട് ഇനിഷ്യൽ ചാർജ് ക്യൂ ഓൺ സി ദ ചാർജ് ആഫ്റ്റർ ടൈം ടി ഈസ് ഡാഷ്. അതായത് ഇവിടെ എന്താണ്? ആർ സി സർക്യൂട്ടാണ്, റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ടാണ്. പക്ഷേ എന്താണ്? ഡിസ്ചാർജിങ് സർക്യൂട്ടാണ്. അപ്പോൾ അവിടെ ആരില്ല? ബാറ്ററി ഇല്ല. എന്താണ്? കപ്പാസിറ്റർ ചാർജ് ലൂസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടുത്തെ ചാർജിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്? ക്യൂ ഇ റൈസ് ടു മൈനസ് ടി ബൈ ആർ സി. എന്താ ഇവിടെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഡിസ്ചാർജ് ഓഫ് കപ്പാസിറ്റർ ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡീകെ വിത്ത് ടൈം കോൺസ്റ്റൻറ്റ് ആർ സി. എന്താണ്? കപ്പാസിറ്റർ എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്? എക്സ്പോണൻഷ്യലി ആണ് അല്ലേ? എക്സ്പോണൻഷ്യലായിട്ടാണ് ചാർജ് ലൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇൻ ആൻ ആർ എൽ സർക്യൂട്ട് ജസ്റ്റ് ആഫ്റ്റർ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് കണക്റ്റിംഗ് ടു ബാറ്ററി വി ദ കറണ്ട് ഡാഷ്. അതായത് ഒരു ആർ എൽ സർക്യൂട്ടിൽ സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം എന്താണ് കറണ്ട് എന്നാണ് ചോദ്യം. ഇവിടെ ഞാനൊരു കാര്യം പറയാം. ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. സ്വിച്ച് ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഓഫ് ആണോ ഓൺ ആണോ എന്നല്ലേ? സ്വിച്ച് ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ സർക്യൂട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ എന്താണ്? ഫ്ലോ നടക്കും. അതായത് സ്വിച്ച് ഓൺ എന്നാണ് ക്ലോസ്ഡിൻ്റെ അർത്ഥം കേട്ടോ, ഓഫ് എന്നല്ല. അപ്പോൾ എന്താണ് അവിടുത്തെ കറണ്ട് എന്നാണ് ചോദ്യം. എന്തായിരിക്കും? സ്റ്റാർട്ട്സ് ഫ്രം 0 ആൻഡ് ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി. എന്താണ്? ആർ എൽ സർക്യൂട്ടിൽ ആദ്യമേ എന്തായിരിക്കും? കറണ്ട് 0 ആയിരിക്കും അല്ലേ? എന്താണ്? ഇൻഡക്റ്റർ ഫസ്റ്റ് ഒപ്പോസ് ചെയ്യും, പിന്നീട് എന്ത് ചെയ്യും? പതിയെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും കറണ്ട്. നോക്കിക്കേ, ഇൻഡക്റ്റർ ഒപ്പോസസ് സഡൻ ചേഞ്ച്. സോ ഇനിഷ്യൽ കറണ്ട് ഈസ് ഈക്വൽ ടു 0 ദെൻ റൈസസ് ടു സ്റ്റഡി. ദാറ്റ് ഈസ് I infinity ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആസ് I ഈസ് ഈക്വൽ ടു I infinity 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ആർ ബൈ എൽ. അടുത്ത ചോദ്യം, ഫോർ ആൻ ആർ സി സർക്യൂട്ട് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഡ്യൂറിങ് ചാർജിങ് ഈസ് വി സി ടി is equal to V into 1 minus e raised to minus t by RC. At t is equal to RC, the capacitor voltage is dash. അതായത് എന്താണ് ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്? അതായത് ആർ സി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ടോ ആണല്ലേ, ഒരു ടോ ആണ്, ഒരു ആർ സി നമ്മൾ ടോ ഈസ് ഈക്വൽ ടു ആർ സി. അപ്പോൾ ഇവിടെ ടി ഈസ് ഈക്വൽ ടു ആർ സിയിൽ കപ്പാസിറ്റർ വോൾട്ടേജ് എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. അതായത് കപ്പാസിറ്റർ എത്ര ചാർജ് ആവുമെന്ന്. എത്രയാണ്? 63% ഓഫ് വോൾട്ടേജ് ആണ് ആവുന്നത് അല്ലേ? എക്സ്പ്ലനേഷൻ എന്താ? 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് 0.632 ആണ്. അതെന്ന് പറയുന്നത് 63.2% ഓഫ് ഫൈനൽ വാല്യൂ ആഫ്റ്റർ 1 ടൈം കോൺസ്റ്റൻറ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രാൻസിയൻറ്റ് കറണ്ട് റെഫേഴ്സ് ടു ഡാഷ്. അതായത് ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് വെച്ചാൽ ഈ താഴെ പറയുന്നവയിൽ ഏതാണ് കറക്റ്റായിട്ട് വരുന്നതെന്നാണ് ചോദ്യം. നോക്കിക്കേ, നമുക്ക് എല്ലാ ഓപ്ഷനും ഒന്ന് വായിച്ച് നോക്കാം. എ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് കറണ്ട് ഇൻ സ്റ്റഡി സ്റ്റേറ്റ് അല്ല അല്ലേ. ബി എന്ന് പറയുന്നത് ടെമ്പററി ടൈം വേരിയിങ് കറണ്ട് ഡ്യൂറിങ് ചേഞ്ച്. അടുത്തത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അടുത്തത് ഡി കറണ്ട് ഓഫ് സീറോ ഫ്രീക്വൻസി. എന്താണ്? ടെമ്പററി ടൈം വേരിയിങ് കറണ്ടാണ് അല്ലേ. ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കീവേഡ്സ് എന്താണ്? ടെമ്പററി കറണ്ടാണ് അല്ലേ. ടെമ്പററി ആണ്, ഷോർട്ട് ടൈമാണ്, എക്സ്പോണൻഷ്യലാണ്. ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, ടെമ്പററി ടൈം വേരിയിങ് കറണ്ട് ഡ്യൂറിങ് ചേഞ്ച്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. Transient current flows only for a short duration after a circuit is switched on or off until it reaches steady state. എന്താണ്? ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ അനുഭവപ്പെടുന്ന, ഒരു ചെറിയ സമയത്തിൽ അനുഭവപ്പെടുന്ന ഒരു കറണ്ടാണ്. പ്രത്യേകിച്ച് സർക്യൂട്ട് ഓണാക്കി കുറച്ച് നേരവും ഓഫാക്കി കുറച്ച് നേരവും. അണ്ടിൽ ഇറ്റ് റീച്ചസ് എ സ്റ്റഡി സ്റ്റേറ്റ്. എന്താണ്? അതൊരു സ്റ്റഡി സ്റ്റേറ്റിൽ എത്തുന്നത് വരെ അനുഭവപ്പെടുന്ന കറണ്ടാണ് ട്രാൻസിയൻറ്റ് കറണ്ട്. അടുത്ത ചോദ്യം, ഇൻ ദ ഡിസ്ചാർജിങ് ആർ സി സർക്യൂട്ട് ദ കറണ്ട് ഡയറക്ഷൻ. അതായത് എന്താണ്? ആ റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ടാണ്, ഡിസ്ചാർജ് ആവുകയാണ്, അതായത് ചാർജ് ലൂസ് ആവുകയാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്നാണ് ചോദ്യം. എന്താണ്? റിവേഴ്സസ് കമ്പയർഡ് ടു ചാർജിങ് കറണ്ട്. എന്താണ്? ചാർജിങ് കറണ്ടിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും എന്തെന്ന് പറയുന്നത്? ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഡ്യൂറിങ് ഡിസ്ചാർജ് ദ കറണ്ട് ഫ്ലോസ് ഓപ്പോസിറ്റ് ടു ചാർജിങ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഫ്രം കപ്പാസിറ്റർ ത്രൂ റെസിസ്റ്റർ. അതായത് ഡിസ്ചാർജ് ടൈമിൽ കറണ്ട് എന്ന് പറയുന്നത് ചാർജിങ് ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റാണ് ഫ്ലോ നടക്കുന്നത്. അതായത് കപ്പാസിറ്ററിൽ നിന്ന് റെസിസ്റ്ററിലൂടെ ആണ് ആ ഫ്ലോ. അടുത്ത ചോദ്യം, എ കപ്പാസിറ്റർ സി ചാർജ്ഡ് ടു വി ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ബാറ്ററി ആൻഡ് ദെൻ കണക്റ്റഡ് അക്രോസ് റെസിസ്റ്റർ ആർ. The time taken for the charge to reduce to 1/8 of initial value is approximately dash. അതായത് എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? കപ്പാസിറ്റർ സി എന്താണ്? ചാർജ്ഡ് ടു വി. അതെന്ത് ചെയ്തു? ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് എന്തിൽ കണക്ട് ചെയ്തു? റെസിസ്റ്ററിൽ കണക്ട് ചെയ്തു. അപ്പോൾ ദ ടൈം ടേക്കൺ ഫോർ ദ ചാർജ് ടു റെഡ്യൂസ് 1/8 ഓഫ് ഇനിഷ്യൽ വാല്യൂ, അതായത് അതിൻ്റെ ചാർജിൻ്റെ ഇനിഷ്യൽ വാല്യൂവിൻ്റെ 1/8 റെഡ്യൂസ് ആവാൻ എടുക്കുന്ന സമയം എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? എക്സ്പ്ലനേഷൻ നോക്കിക്കേ. അത് എക്സ്പ്ലനേഷൻ പറയാം. ക്യൂ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? Q0 e റൈസ് ടു -t/RC ആണല്ലേ. ഇവിടെ എന്താണ്? e റൈസ് ടു -t/RC. അതായത് അതിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ എത്രയെന്ന് തന്നിട്ടുണ്ട്? 1/8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ t = എന്താണ്? RC ln 8 ആണല്ലേ. അതെന്ന് പറയുന്നത് 2.079 RC എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, ഇൻ ആൻ RC സർക്യൂട്ട് ചാർജ്ഡ് ബൈ DC ആൻഡ് ലെഫ്റ്റ് കണക്റ്റഡ് ടു ബാറ്ററി ഇൻഡെഫിനിറ്റ്ലി ദ സ്റ്റഡി കറണ്ട് ത്രൂ റെസിസ്റ്റർ ഈസ് ഡാഷ്. അതായത് ഒരു RC സർക്യൂട്ട് എന്താണ്? ബാറ്ററി ആയിട്ട്, അതായത് ചാർജിങ്ങിലാണ്, ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തങ്ങ് ഇട്ടേക്കുവാണ്. അപ്പോൾ റെസിസ്റ്ററിലൂടെയുള്ള സ്റ്റഡി കറണ്ട് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. എത്രയായിരിക്കും? 0 ആണ്. കാരണം എന്താണ്? ഒരുപാട് നേരം കൊണ്ട് എന്താണ്? ചാർജിങ്ങിന് ഇട്ടേക്കുവാണ് അല്ലേ. അപ്പോൾ എന്താ? നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ മാക്സിമം ചാർജായിട്ട് മാറും. അതായത് ഫുള്ളി ചാർജ്ഡ് ആകുമ്പോൾ എന്ത് പറ്റും? അത് ആക്ട്സ് ആസ് ഓപ്പൺ സർക്യൂട്ട്. അതൊരു ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് എന്തായിപ്പോവും? 0 ആയിപ്പോവും. അടുത്ത ചോദ്യം, ദ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഐഡിയൽ കപ്പാസിറ്റർ ഈസ് 1/2 CV². ഇഫ് എ ചാർജ്ഡ് കപ്പാസിറ്റർ Q, V is connected to an identical uncharged capacitor, the final energy stored combined is dash. അതായത് എന്താണ്? നമുക്കറിയാം ഒരു ഐഡിയൽ കപ്പാസിറ്ററിൻ്റെ സ്റ്റോർഡ് എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 1/2 CV² ആണ്. അപ്പോൾ ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? അതുപോലെ തന്നെ ഒരു ഐഡൻറ്റിക്കൽ അൺചാർജ്ഡ് കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ
അതിൽ ഫൈനൽ എനർജി രണ്ടിൻ്റെയും കൂടെ ചേർത്ത് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. എന്താണ്? ഹാഫ് ഓഫ് ഇനിഷ്യൽ, ആദ്യത്തേതിൻ്റെ പകുതിയായിരിക്കും. കാരണം എന്താ? ചാർജ് എന്ത് ചെയ്യും? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലേ? ചാർജ് റീഡിസ്ട്രിബ്യൂട്ട് സം എനർജി ലോസ്റ്റ് ആസ് ഹീറ്റ് ഇൻ കണക്റ്റിംഗ് റെസിസ്റ്റർ. സോ ഫൈനൽ യു ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഇനിഷ്യൽ യു. അടുത്ത ചോദ്യം, ഇൻ ആൻ ആർ എൽ സർക്യൂട്ട് ഇഫ് ദ റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ് വൈൽ എൽ കോൺസ്റ്റൻറ്റ് ദ ടൈം കോൺസ്റ്റൻറ്റ് ഡാഷ്. അതായത് ഒരു റെസിസ്റ്റർ ഇൻഡക്റ്റർ സർക്യൂട്ടിനകത്ത് റെസിസ്റ്റൻസ് കൂട്ടുകയും അതേ സ്ഥാനത്ത് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് അതേപോലെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയും ചെയ്താൽ ടൈം കോൺസ്റ്റൻറ്റിന് എന്ത് പറ്റുന്നു എന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താണ് ആർ എൽ സർക്യൂട്ടിലെ ടൈം കോൺസ്റ്റൻറ്റ് ടോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? L/R ആണല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? റെസിസ്റ്റൻസ് ആണ് നമ്മൾ കൂട്ടുന്നത്, അതായത് ഡിനോമിനേറ്ററിലുള്ള വാല്യൂ ആണ് കൂട്ടുന്നത് അല്ലേ, L/R. അപ്പോൾ ഡിനോമിനേറ്ററിൽ R ആണ് റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ എന്ത് പറ്റും? നമ്മളെ ടൈം കോൺസ്റ്റൻറ്റ് ടോ ചെറുതാവും അല്ലേ. ലാർജർ ആർ സ്മാളർ ടോ ദാറ്റ് ഈസ് ഫാസ്റ്റർ റൈസ് ഓർ ഡീകെ. എന്താണ്? പെട്ടെന്ന് റൈസ് ആവും അല്ലെങ്കിൽ പെട്ടെന്ന് ഡീകെ ആവും എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റൻറ്റ് ടോ ഡിക്രീസസ് ആണ്, ഡിക്രീസസ്. അടുത്ത ചോദ്യം, എ സീരീസ് ആർ സി സർക്യൂട്ട് ഹാസ് R is equal to 1 kilo ohm and C is equal to 1 microfarad. The time constant is dash. അതായത് ഒരു ആർ സി സർക്യൂട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കിലോ ഓമും കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1 മൈക്രോഫാരഡ് എന്ന് തന്നേക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടൈം കോൺസ്റ്റൻറ്റ് എത്രയെന്നാണ് ചോദ്യം. നമുക്കറിയാം ആർ സിയുടെ ടൈം കോൺസ്റ്റൻറ്റ് ടോ എന്ന് പറയുന്നത് എന്താണ്? ആർ സി ആണ്, റെസിസ്റ്റൻസ് ഇൻറ്റു കപ്പാസിറ്റൻസ് ആണ്. പക്ഷേ റെസിസ്റ്റൻസ് ഏതിലായിരിക്കണം? ഓമിലായിരിക്കണം. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഫാരഡിലായിരിക്കണം. പക്ഷേ ഇവിടെ രണ്ട് വാല്യൂസും എന്താണ്? ഒന്ന് കിലോ ഓമിലും ഒന്ന് എന്താണ്? മൈക്രോ ഫാരഡിലുമാണ് തന്നേക്കുന്നത്. ഇത് രണ്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്താലേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ എന്താണ്? നോക്കിക്കേ, എക്സ്പ്ലനേഷൻ ആദ്യം നോക്കിക്കേ. ടോ ഈസ് ഈക്വൽ ടു ആർ സി. അപ്പോൾ 1 കിലോ ഓമിന് നമുക്ക് എന്തെന്നാക്കാം? 1000 ഓം എന്നാക്കാം അല്ലേ. 1000 ഇൻറ്റു 1 ഇൻറ്റു 10⁻⁻6. മൈക്രോ ഫാരഡിനെ ഫാരഡ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1000 ഇൻറ്റു 1 ഇൻറ്റു 10⁻⁻6 എന്ന് പറയുന്നത് എന്താണ്? 1 ഇൻറ്റു 10⁻³ സെക്കൻഡ് എന്നാണ് ഉത്തരം എന്ന് പറയുന്നത്. അതായത് 1 മില്ലി സെക്കൻഡ്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഫോർ ട്രാൻസിയൻറ്റ് ഇൻഡക്റ്റർ വോൾട്ടേജ് വെൻ കറണ്ട് ത്രൂ ഇൻഡക്റ്റർ ഈസ് സഡൻലി റെഡ്യൂസ്ഡ്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസിയൻറ്റ് ഇൻഡക്റ്റർ വോൾട്ടേജിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിലുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഇൻഡക്റ്ററിൻ്റെ ജോലി എന്താണ്? സഡനായിട്ടുള്ള ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സഡനായിട്ടുള്ള ഇൻക്രീസും ഡിക്രീസും രണ്ടും എന്ത് ചെയ്യും? ഇൻഡക്റ്റർ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് സഡൻ ഡിക്രീസിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻഡക്റ്റർ എന്താ ചെയ്യുക? വോൾട്ടേജ് അക്രോസ് ഇൻഡക്റ്റർ ഡിക്രീസസ് ടു 0 ഇൻസ്റ്റൻ്റ്ലി. അങ്ങനെയാണോ? എന്താണ്? കറണ്ട് കുറയുമ്പോൾ എന്ത് ചെയ്യും? വോൾട്ടേജും എന്ത് ചെയ്യും? ഇൻഡക്റ്ററിലത് 0 ആയിട്ട് മാറുമോ ഇൻസ്റ്റൻ്റായിട്ട്? അല്ല. അടുത്തത് നോക്കിക്കേ, ഇൻഡക്റ്റർ ജനറേറ്റ്സ് എ ഹൈ വോൾട്ടേജ് ഒപ്പോസിങ് ഡിക്രീസ്. എന്ത് ചെയ്യും? ഇൻഡക്റ്റർ എന്ത് ചെയ്യും? കറണ്ടിൽ ഡിക്രീസ് വരുന്നതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു. അത് കറക്റ്റാണ് അല്ലേ. അടുത്ത ചോദ്യം അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, ഇൻഡക്റ്റർ പ്രൊഡ്യൂസസ് നോ EMF. അത് തെറ്റ്. വോൾട്ടേജ് ബിക്കംസ് നെഗറ്റീവ് ഇൻഫിനിറ്റി ആൾവേ. അതും തെറ്റ്. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? ഇൻഡക്റ്റർ ജനറേറ്റ്സ് എ ഹൈ വോൾട്ടേജ് ഒപ്പോസിങ് ദ ഡിക്രീസ്. അതായത് ഈ പെട്ടെന്നുള്ള കുറവിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇൻഡക്റ്റർ ഒരു ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കിക്കേ, VL ഈസ് ഈക്വൽ ടു L di/dt. Rapid decrease, that is large negative di/dt, that produces large EMF opposing change. എന്ത് ചെയ്യും? ഇൻഡക്റ്റർ സ്വയം ഒരു EMF പ്രൊഡ്യൂസ് ചെയ്ത് ഈ ചേഞ്ചിനെ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. ഇതാണ് ഏത് നിയമം പറയുന്നത്? ലെൻസസ് ലോ പറയുന്നത്. എന്താണ്? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFനെ കുറിച്ച്.
അടുത്ത ചോദ്യം, ഇൻ എ ഡിസ്ചാർജിങ് ആർ സി സർക്യൂട്ട് ആഫ്റ്റർ 5 ടോ ദ ചാർജ് റിമൈനിങ് ഓൺ കപ്പാസിറ്റർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ്. അതായത് എന്താണ് ഇവിടെ ചോദിച്ചേക്കുന്നത്? ഡിസ്ചാർജിങ് സർക്യൂട്ടിൻ്റെ കാര്യമാണ് അല്ലേ. ഡിസ്ചാർജിങ് ആർ സി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? ചാർജ് ലൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്യൂട്ട്. അതിൽ 5 ടോ അതായത് 5 ടൈം കോൺസ്റ്റൻറ്റ് കഴിഞ്ഞാൽ കപ്പാസിറ്ററിൽ എത്ര ചാർജ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് ബി ആണ് അല്ലേ. 5 ടോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്താണ്? ഡിസ്ചാർജ് ആണ് ആവുന്നത്. അപ്പോൾ e⁻⁻5 ദാറ്റ് ഈസ് 0.0067 ദാറ്റ് ഈസ് 0.67% റിമെയിൻസ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 1%. ചാർജ് എന്താ അങ്ങ് കുറഞ്ഞു, ഇനി ഇല്ല. 1% കുറവാണ് ഇനിയുള്ള ചാർജ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആൻ ഇൻഡക്ടർ സ്റ്റോഴ്സ് എനർജി ഹാഫ് Li². നമുക്കറിയാം അല്ലേ, ഇൻഡക്ടർ ഹാഫ് Li² ആണ് സ്റ്റോർഡ് എനർജിയുടെ ഫോർമുല. ഇഫ് കറണ്ട് ഡബിൾസ് ദ സ്റ്റോർഡ് എനർജി ബിക്കംസ് ഡാഷ്. അതായത് കറണ്ട് ഇരട്ടിയായാൽ ഇവിടെ സ്റ്റോർഡ് എനർജി എത്രയാവും എന്നാണ് ചോദ്യം. എത്രയാവും? കറണ്ട് നോക്കിക്കേ, ഫോർമുലയിൽ എന്താ? ഹാഫ് Li² ആണല്ലേ. അപ്പോൾ കറണ്ട് ഇവിടെ ഡബിൾ ആയാൽ എന്ത് പറ്റും? 4 ടൈംസ് ആവും അല്ലേ. എക്സ്പ്ലനേഷൻ എന്താ? എനർജി പ്രൊപ്പോർഷണൽ ടു I² അല്ലേ. അപ്പോൾ കറണ്ട് 2 ടൈംസ് ആകുമ്പോൾ അതെന്താവും? 4 ടൈംസ് ആയിട്ട് മാറും അല്ലേ. അടുത്ത ചോദ്യം, ആഫ്റ്റർ എ ലോങ് ടൈം ഓഫ് ചാർജിങ് ദ കറണ്ട് ഇൻ ആൻ ആർ സി സർക്യൂട്ട് ബിക്കംസ് ഡാഷ്. അതായത് ഒരുപാട് സമയം കൊണ്ട് ചാർജ് ചെയ്യുകയാണ്. അപ്പോൾ ആർ സി സർക്യൂട്ടിലെ കറണ്ട് എത്രയായിട്ട് മാറുമെന്നാണ് ചോദ്യം. എത്രയാണ്? 0 അല്ലേ. എന്താണ്? നമ്മുടെ കപ്പാസിറ്റർ മാക്സിമം ചാർജ് ആകുമ്പോൾ അല്ലെങ്കിൽ ഫുള്ളി ചാർജ്ഡ് ആകുമ്പോൾ കറണ്ട് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. നോക്കിക്കേ, അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് കപ്പാസിറ്റർ ഈസ് ഫുള്ളി ചാർജ്ഡ് ആൻഡ് ആക്ട്സ് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്, സോ നോ കറണ്ട് ഫ്ലോസ്. ദാറ്റ് ഈസ് കറണ്ട് ഈസ് 0. അടുത്ത ചോദ്യം, ഇൻ ആൻ ആർ എൽ സർക്യൂട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച് ദ കറണ്ട് ഈസ് ഡാഷ്. അപ്പോൾ എന്താണ്? ഇവിടെ ആർ എൽ സർക്യൂട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. ആർ എൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ ഇൻഡക്ടർ സർക്യൂട്ടിൽ അതിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്ലോസിംഗ് ദ സ്വിച്ച്. ക്ലോസിംഗ് ദ സ്വിച്ച് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? പെട്ടെന്ന് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഉള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്വിച്ചിങ് ഓൺ ദ കറണ്ട് ഈസ് ഡാഷ്. എന്താണ്? കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഫസ്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. എന്താണ്? നമ്മൾ ഇൻഡക്ടർ എന്ത് ചെയ്യും? കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, അറ്റ് t is equal to 0 the inductor resists any sudden change in current, so current starts from 0. അടുത്ത ചോദ്യം, എ ഫുള്ളി ചാർജ്ഡ് കപ്പാസിറ്റർ കണക്റ്റഡ് ടു ആൻ ഇൻഡക്ടർ വിൽ റിസൾട്ട് ഇൻ ഡാഷ്. അതായത് ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കപ്പാസിറ്റർ ഒരു ഇൻഡക്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു എന്നാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് ഓസിലേഷൻസ് ആണ്. എന്താണ്? എനർജി ഓസിലേറ്റ്സ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻ കപ്പാസിറ്റർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എന്താണ്? ഇൻഡക്ടർ. അതായത് LC ഓസിലേഷൻ എന്ന് നമ്മൾ പറയും. എന്താണ്? ഇൻഡക്ടർ കപ്പാസിറ്റർ ഓസിലേഷനാണ് അവിടെ നടക്കുക. ഫുള്ളി ചാർജ്ഡ് കപ്പാസിറ്ററും ഇൻഡക്ടറും തമ്മിൽ കണക്ട് ചെയ്ത ഓസിലേഷൻസ്, അത് ഓർത്ത് വെച്ചേക്കണേ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ആഫ്റ്റർ 1 ടൈം കോൺസ്റ്റൻറ്റ് ഇൻ ആൻ ആർ സി സർക്യൂട്ട് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഈസ്. എന്താണ്? നമുക്കറിയാം ഈ ചോദ്യം നമ്മൾ ഇതുപോലത്തെ വേറെ ചോദ്യങ്ങൾ കണ്ടതാണല്ലേ. 63% ഓഫ് ഫൈനൽ വാല്യൂ. അതായത് എന്താണ്? ഒരു ടൈം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഉള്ള വോൾട്ടേജ് എത്രയായിരിക്കും എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 63% ആയിരിക്കും. അത് ഓർത്ത് വെച്ചേക്കണേ. അടുത്ത ചോദ്യം, ദ കറണ്ട് ഇൻ ആൻ ആർ സി സർക്യൂട്ട് ഡിക്രീസസ് ടു 37% ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ ഇൻ ഡാഷ്. അതായത് ഒരു ആർ സി സർക്യൂട്ടിലെ കറണ്ട് ഇനിഷ്യൽ വാല്യൂവിൻ്റെ 37% കുറയുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. എന്താണ്? ഉത്തരം എന്ന് പറയുന്നത് RC ആണ് കേട്ടോ. ഇവിടെ ഡിസ്ചാർജിങ് കേസാണ് പറയുന്നത്. എന്താണ്? ഫസ്റ്റ് ടൈം കോൺസ്റ്റൻറ്റിൽ അറ്റ് t = RC എന്താണ്? 37% ആണ് കുറയുന്നത്, ഡീക്കേ ആവുന്നത്. നോക്കിക്കേ, I = I0 e⁻t/RC. അറ്റ് t = RC I = 0.37 I0. അതായത് 37% ഓഫ് ഇനിഷ്യൽ വാല്യൂ ആണ് അത്.
അപ്പോൾ നമ്മൾ ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള PYQs ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.